ഈ അസീസിയ റോട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഹറമിലേക്ക് പോകുമ്പോൾ ഒരു 3 മരമുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറേ ആളുകൾ നിസ്കരിക്കണം. അതായത് അങ്ങോട്ട് ഹറമിലേക്ക് നടക്കാൻ കഴിയാത്ത ആളുകളൊക്കെ. അപ്പോൾ ഇന്തോനേഷ്യക്കാരാണ് കൂടുതലും കേട്ടോ, വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടുന്ന് നിസ്കരിച്ചാലും ഹറമെന്ന് നിസ്കരിച്ച കൂലിയാണെന്നാണ് പറയുന്നത്. അതാണിപ്പോൾ അവർ അവിടെ നിന്ന് നിസ്കരിക്കുന്നത്. ഞങ്ങൾ ലൊഹർ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്, ഹറമിലേക്ക് പോവുകയാണ്. പാലസാണിത്, ഈ രാജാക്കന്മാരുടെ പാലസാണെന്നാണ് പറഞ്ഞത്. പാലസിൻ്റെ നേരെ മുന്നിലാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഓരോരുത്തരും ഉംറ കഴിഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഉംറക്കായിട്ട് പോകുന്നുണ്ട്. പാലസ്, അതെ, രാജാക്കന്മാരുടെ പാലസാണെന്നാണ്. ഇവിടെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത പോലീസ് പിടിക്കാവോ? ഹറമിൻ്റെ മുനാരങ്ങളാണ് കാണുന്നത്. കടകളാണ്, ഒരു സൈഡ് കടകളും ഒരു സൈഡ് പാലസ്. നമ്മളെ മാരുതി കാറൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. ഈ പച്ച യൂണിഫോം ഇട്ട ആളുകളുണ്ട്, ഇയാൾ ഒരു മുറം പിടിച്ച് അത് ക്ലീൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പം തന്നെ നമ്മളെന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കും കേട്ടോ. ആളുകൾക്ക് അവർ 5 റിയാൽ 10 റിയാലൊക്കെ ഓരോരുത്തർ അങ്ങനെ കൊടുക്കണ്ടേ, അത് വാങ്ങുന്നുണ്ട് അവർ. ഏത് രാജ്യക്കാരാണാവോ? നല്ല കത്തണ വെയിലാണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ ഇവിടെ നടക്കൂല. അതുപോലെ തന്നെ തൊപ്പിയൊക്കെ അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഹറമിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. മുമ്പ് കണ്ടവരും ഇപ്പോൾ കാണുന്നവർ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നോക്കി. ഇത് ഇവിടുത്തെ ടാക്സിയാണ്, പച്ചക്കളം. പ്രധാന മാറ്റം ആ ക്ലോക്ക് ടവർ തന്നെയാണ്. ഒരു 20-25 കൊല്ലം മുമ്പ് ആ ക്ലോക്ക് ടവർ അവിടെ ഇല്ല. ആ കാണുന്ന ടവർ ഉണ്ടല്ലോ, ക്ലോക്ക് ടവർ, അവിടെ ഒരു കോട്ടയായിരുന്നു. തുർക്കികൾ പണി കഴിപ്പിച്ചൊരു കോട്ടയായിരുന്നു അവിടെ. അത് പൊളിച്ചിട്ടാണ് സൗദി ഗവൺമെൻറ് ഈ ക്ലോക്ക് ടവർ പണിതത്. അതായത് ഹറമിൻ്റെ ചുറ്റും, ശരിക്കും പറഞ്ഞാൽ ഹറമിന് ചുറ്റും മലകളാണ്. ആ ഒരു മലയും ആ മലയുടെ മുകളിലൊരു കോട്ടയായിരുന്നു ഈ ക്ലോക്ക് ടവറിൽ. ഇതാണ് ക്ലോക്ക് ടവർ. നല്ല ഹൈറ്റാണ്. ഹറമിന് ഒന്നും കൂടെ അടുത്ത് വരികയാണ്. ഇതാണ് ക്ലോക്ക് ടവർ കണ്ടോ. അതിൻ്റെ ഏറ്റവും മുകളിലൊരു ക്ലോക്ക് കണ്ടില്ലേ.
അത് ലോകത്തിലെ 4ാമത്തെ ഉയരം കൂടിയ ബിൽഡിങ്ങാണ്. ഉണ്ടോ പോക്ക് കണ്ടില്ലേ മനുഷ്യരാ. ഹൈറ്റ് കണ്ടില്ല. പണ്ട് അവിടെ ഒരു കോട്ടയായിരുന്നു. ആ കോട്ട പൊളിച്ചു കഴിഞ്ഞാണ് സൗദി ഗവൺമെൻറ് ഈ ഇപ്പോൾ കാണുന്ന ഈ ക്ലോക്ക് ടവർ ബിൽഡിംഗ് പണിതത്. തുർക്കികളുണ്ടാക്കിയൊരു ബിൽഡിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെറിയ ബിൽഡിങ്, മലയായിരുന്നു. മലയുടെ മുകളിലൊരു കോട്ട പോലെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് ഹറമിന് കാവലായിട്ട് ഉണ്ടാക്കിയാന്നാണ് പറയുന്നത് തുർക്കികളെ. ബൊഹർ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ പോയെങ്കിലേ അവിടെ സീറ്റ് കിട്ടുള്ളൂ. പാലസാണ്. ആണ് ക്ലോക്ക് ടവർ. ആണ് അജിയാദ് എന്നാണ് ഈ ഭാഗത്തിന് പറയാം. ഹറമിൻ്റെ ഈ സൈഡ് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് കുറേ ആളുകളുണ്ടല്ലോ. ഈ ആഫ്രിക്കൻ പെണ്ണ് പ്രാവുകൾക്ക് തീറ്റ വിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ. ഈ കസേരയിൽ ഇരിക്കണത് പ്രാവുകൾക്ക് തീറ്റ 5 റിയാൽ 10 റിയാൽ കൊടുത്താൽ ഈ തീറ്റ അവർ തരും. നമ്മളത് ഇവിടെ പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കുക. എന്താണ് പറയുക, എത്ര പ്രാവുകൾ, അമ്പലപ്രാവുകളാണ് കേട്ടോ. ഇവിടെ പ്രാവുകൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നേർന്ന് വരുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ഓരോ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ. അതാണ് ഹറമിലെ പ്രാവുകൾ എന്ന് പറയുന്നത്. അയാൾ ഇട്ട് കൊടുക്കണുണ്ടല്ലേ തീറ്റ. അവിടുന്ന് 10 റിയാലിന് വാങ്ങുക, അതിങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊക്കെ അതൊരു രസം. അതായത് ഇവർക്ക് നയിച്ചാതെ തിന്നാൻ കിട്ടും. ഈ പ്രാവുകൾക്ക് നയിച്ചാതെ. അതോ ഇവിടെ ഒരു ടീം ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഇതിനിടയിൽ കൂടെ വലതിയക്കാരും നടക്കുന്നുണ്ട്. വെറുതെ തിന്ന് ശീലമായിക്കണേ ഈ പ്രാവുകൾക്ക്. അടാ ആ വലതിയക്കാരനെ വാങ്ങി, അയാളെ ഒഴിഞ്ഞ കവർ അയാൾ വാങ്ങി. ആ ഹറമിത കാണുന്നു. കണ്ടോളി, ശരി കണ്ടോളി. ഹറമിൻ്റെ മുന്നിൽ ക്ലോക്ക് ടവർ ബിൽഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോക്ക് ടവർ ബിൽഡിങ്. ഇവിടെയൊക്കെ ഹോട്ടലുകളാണ്. ഈ ക്ലോക്ക് ടവർ ബിൽഡിങ്ങിലും ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും തന്നെയാണ് കേട്ടോ. വേറൊരു മല കാണുന്നുണ്ടല്ലേ, ആ മലയുടെ ചോട്ടിലാണ് നമ്മുടെ താമസം. അസീസിയ റോഡിൽ ഞങ്ങളുടെ താമസം ആ മലയാണ് കേട്ടോ. ഒരു മല ഉണ്ടല്ലേ കേട്ടോ. ആ മലയുടെ ചുവട് ബിൽഡിങ്, ആ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഹോട്ടലുള്ളത്. ഹാജിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ഒരു ജമാഅത്ത് കഴിഞ്ഞ് പോകുമ്പോൾ, ഇഷാ ജമാഅത്ത് കഴിഞ്ഞ് പോകുമ്പോൾ കാണാം. രാത്രി ആണ് ഇവിടെ ആളുകളുണ്ടാവും ഇഷാ ജമാഅത്തിന്. ഇപ്പോൾ വെയിൽ ചൂടായതുകൊണ്ട് ആളുകൾ കുറവാണ്. രാത്രി ഇത് ഫുള്ളായിരിക്കും. ഇവിടെ കാലുത്താനായിട്ട് ഉണ്ടാവില്ല. വലൈക്കും അസ്സലാം. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാര സമയമായിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു തീർത്ഥാടക അവിടെ വീണു. ഭയങ്കര മിനുസാണ് ഈ മാർബിൾ. തീർത്ഥാടക അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഇത് പറ്റിയാവും. ഞങ്ങളെ കൂടെ പോകുന്ന ഒരു താത്ത ഇന്നലെ വീണുണ്ട്. അതിന് ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇതുപോലെ വീണതാ. നല്ല മിനുസാണ് അവിടെ. ഗ്രിപ്പ് കിട്ടൂല ചെരുപ്പിന്. വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക ചൂടിന്. ഉണ്ടല്ലേ? ഞങ്ങൾക്ക് 1:30 മദീനത്ത് പോകാനുള്ളതുകൊണ്ട് ഹറമിൻ്റെ ഉള്ളിൽ പോകുന്നില്ല. ഉള്ളിൽ പോയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് പോരാൻ നേരം വൈകും. അതുകൊണ്ട് ഞാൻ പുറത്ത് ഹറമിൻ്റെ ത്വാഫിൻ്റെ ഏരിയക്ക് പോകുന്നില്ല. പുറത്ത് ആ മിനാരത, ആ 2 മിനാരം, അതിൻ്റെ ചുവട്ടിൽ, അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനുള്ളൊരു പരിപാടിയാണ്. ഓക്കെ. കഴിയാത്ത പാസഞ്ചേഴ്സിനെ ഉന്തി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. കുറേ നീളം കൂടിപ്പോയി. ലെങ്തിയായി വീഡിയോ. അതിനിപ്പോൾ ഹറമിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടില്ല.